നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ റോയ് ജോൺ, സീനിയർ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ്, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. പുരുഷന്മാരിൽ ലങ് ക്യാൻസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. സാധാരണയായി 60-65 വയസ്സ് പ്രായമുള്ള പുരുഷന്മാരിലാണ് ഇത് കണ്ടുവരുന്നത്. എന്നിരുന്നാലും ഫെമിലിയൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതായത് പാരമ്പര്യമായിട്ട് വരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ 40-45 വയസ്സ് പ്രായമുള്ളവരിലും ഇത് കണ്ടുവരാറുണ്ട്. അത് സാധാരണ ഒരു 10% മാത്രമേ അങ്ങനെ കാണാറുള്ളൂ. ഇനിയും എന്തൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ? പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ തുടക്കത്തിൽ വലിയ രോഗലക്ഷണങ്ങളൊന്നും കാണാറില്ല. എന്നിരുന്നാലും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് അതിൻ്റേതായിട്ട് പ്രത്യേകമായിട്ടുള്ള രോഗലക്ഷണങ്ങളുമില്ല. നമുക്ക് പ്രായം കൂടുമ്പോൾ ഉള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങളും. അതായത് മൂത്രം പോകാനുള്ള തടസ്സം, മൂത്രം കൂടെ പോവുക, രാത്രി കൂടെ മൂത്രമൊഴിക്കാൻ തോന്നുക, മൂത്രം പിടിച്ചു നിർത്താനുള്ള ബുദ്ധിമുട്ട് വരിക, മൂത്രത്തിൽ കൂടെ രക്തം പോവുക, ഇതൊക്കെയാണ് സാധാരണയായി സാധാരണ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾക്ക് നമ്മൾ കൂടുതൽ പരിശോധനകൾ നടത്തുമ്പോഴാണ് മിക്ക രോഗികളിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുവരുന്നത്. ഇനിയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലേറ്റ് സ്റ്റേജസ്, അഡ്വാൻസ് സ്റ്റേജസിൽ വരുമ്പോൾ ഇത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ബാധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില രോഗലക്ഷണങ്ങളുണ്ട്. അത് കൂടുതലായിട്ടും നമുക്ക് നടുവേദനയായിട്ടോ, അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തം പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ മൂത്രം കംപ്ലീറ്റ് മൂത്രം തടസ്സമുണ്ടാകുക, അല്ലെങ്കിൽ കിഡ്നിക്ക് വരെ കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്നത് വരെ നമുക്ക് ഈ അഡ്വാൻസ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായി കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ.